Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യലിൻ്റെ 13ാമത്തെ എപ്പിസോഡും ഫൈനൽ എപ്പിസോഡുമാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ പായസമാണ്. നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആണോ? നിങ്ങൾക്ക് നമ്മുടെ നോർമൽ റെസിപ്പീസിൻ്റെ ഹെൽത്തി വെർഷൻസ് വേണോ? എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലെയുള്ള ഓണം സീരീസിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും കൊടുക്കാം. നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നമുക്കൊരു പ്രഷർ കുക്കറിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ചെറുപയർ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അല്ലെങ്കിൽ 250 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്ത ചെറുപയർ പരിപ്പാണ്. ഇനി നമുക്കിത് ചെറുതായിട്ട് ഈ നെയ്യിൽ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുപയർ പരിപ്പ് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ 2ാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. 3 കപ്പ് 2ാം പാലാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ ഇത് നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചെറുപയർ വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ശർക്കരയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് തന്നെ അത്യാവശ്യം നല്ല മധുരം പായസത്തിന് കൊടുക്കും. ഞാൻ അത്ര പായസത്തിൽ ഒരുപാട് മധുരം ഇഷ്ടപ്പെടുന്ന ആളല്ല. അപ്പോൾ ഇന്നലെ മധുരം കുറച്ച് ആണ്, മിനിമം ആയിട്ടാണ് ഇന്നലത്തെ പായസം തയ്യാറാക്കിയത്. അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ചും കൂടി മധുരം കൂട്ടിയിട്ടൊന്ന് തയ്യാറാക്കിയതാണ്. അപ്പോൾ 2 കപ്പ് ശർക്കര അല്ലെങ്കിൽ ഇത് 1/2 കിലോളം ശർക്കര വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഉരുക്കി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ നോർമൽ റെസിപ്പീസിൻ്റെയും അതായത് സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യൻ എല്ലാം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വെർഷൻസ് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറ്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ഒരു നനവുണ്ട്, എന്നാലും നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ശർക്കര പാവ് കാച്ചി വെച്ചിരുന്നല്ലോ, അത് ഇതിലോട്ട് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കരയിൽ ഇതിനെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ ആദ്യം ഒരു ഫ്ലെയിം ഹൈയിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ ഒന്ന് ഇതിൽ വഴട്ടിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഇത് അടി പിടിക്കില്ല. പക്ഷെ നമ്മൾ അല്ലാതെ സാധാരണ പായസം ഉരുളിയിലൊക്കെയാണ് തയ്യാറാക്കാറ്. അതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് വഴണ്ട് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരുപാട് പിന്നെ കുക്ക് ചെയ്യേണ്ട, എന്നാലും ഒന്ന് തിളച്ച് വരണം. പിന്നെ നമ്മൾ പായസം തീരെ കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് കുറച്ച് നേരം ഇരിക്കുമ്പം നല്ല കട്ടിയായിപ്പോവും. അപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാൻ ടൈമിൽ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ പായസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിലോട്ട് 1 നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് എല്ലാ ഫ്ലേവറും ഒന്ന് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏലക്ക പൊടിയോ ഏലക്ക ചതച്ചതോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ 1/2 ടീസ്പൂൺ ജീരകവും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ജീരകപ്പൊടി. പിന്നെ നിങ്ങൾക്ക് ചുക്കുപൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഉള്ളതുപോലെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് പാനിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ പച്ച തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
അതോടൊപ്പം തന്നെ നമുക്ക് കാഷ്യൂ നട്ടും കിസ്മിസും അല്ലെങ്കിൽ ഉണക്കമുന്തിരി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാൻ ഈ സെയിം നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട് ഏകദേശം ഒന്ന് പകുതി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയും ഒക്കെ ഫ്രൈ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തേങ്ങയും ഇതെല്ലാം കൂടെ നമ്മുടെ പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിലോട്ട് നല്ല ചൂടായിട്ടുള്ള നെയ്യും റോസ്റ്റഡ് ആയിട്ടുള്ള കാഷ്യൂ നട്ടും അതുപോലെ തന്നെ റൈസിൻസും അതായത് കിസ്മിസും നമ്മുടെ ഉണക്കമുന്തിരിയും തേങ്ങയൊക്കെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പായസം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇതിൽ പയറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഹെൽത്തിയാണ്. പിന്നെ എന്തായാലും നമ്മൾ ഒരു മധുരം കഴിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ എന്താ പറയുക ടോട്ടലി ജങ്ക് ആയിട്ടുള്ള സ്വീറ്റ്സ് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ഹെൽത്തിയാണ് നമ്മൾ ഇങ്ങനത്തെ വീട്ടിൽ തയ്യാറാക്കുന്ന സ്വീറ്റ്സ് കഴിക്കുന്നത്. എന്തായാലും നമുക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് മധുരം കഴിക്കാൻ തോന്നുമല്ലോ. അതിപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുവാണെങ്കിലും നമ്മൾ ചീറ്റ് മീൽസൊക്കെ ചെയ്യും. അപ്പോൾ എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസായിട്ട് ഞാൻ വരും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.